വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം. ദാവീദിന്റെ പുത്രൻ സോളമൻ തന്റെ രാജ്യത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ അഭിവൃദ്ധിപ്പെടുത്തി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബതലവന്മാർ, ഇസ്രായേൽ മുഴുവനിലെയും നേതാക്കന്മാർ എന്നിവരുൾപ്പെടെ ഇസ്രായേൽ മുഴുവനോടും സോളമൻ സംസാരിച്ചു. അതിനുശേഷം അവൻ സമൂഹം മുഴുവനോടും കൂടെ ഗിബിയോനിലെ പൂജാഗിരിയിലേക്ക് പോയി. കാരണം കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാത്ത് യയാറീമിൽ നിന്ന് അവൻ അതിനായി സജ്ജമാക്കിയിരുന്ന ഇടത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കാരണം ദാവീദ് അതിനായി ജെറുസലേമിൽ ഒരു കൂടാരം വിരിച്ചിരുന്നു. എന്നാൽ ഹൂറിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ ബസാലേൽ നിർമ്മിച്ച ഓട്ടുബലിപീഠം കർത്താവിന്റെ ആലയത്തിനു മുമ്പിൽ അവിടെ ഉണ്ടായിരുന്നു. സോളമനും സമൂഹവും അവിടത്തോട് ആരാഞ്ഞു. സോളമൻ സമാഗമ കൂടാരത്തിനുള്ളിൽ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓട്ടുബലിപീഠത്തിൽ കയറി അതിന്മേൽ 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചു. ആ രാത്രിയിൽ തന്നെ ദൈവം സോളമന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ചോദിക്കുക, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? സോളമൻ ദൈവത്തോട് പ്രതിവദിച്ചു, എന്റെ പിതാവായ ദാവീദിനോട് അങ്ങ് വലിയ കൃപ ചെയ്തു. എന്നെ അവന്റെ സ്ഥാനത്ത് രാജാവാക്കി. ഇപ്പോൾ ദൈവമായ കർത്താവേ, എന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം ഉറപ്പിക്കണമേ. കാരണം ഭൂമിയിലെ പൊടി പോലെ അസഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അങ്ങ് രാജാവാക്കിയല്ലോ. ഇപ്പോൾ ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനവും അറിവും എനിക്ക് നൽകണമേ. കാരണം അങ്ങയുടെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, നിന്റെ ഹൃദയത്തിൽ ഇക്കാര്യം ഉണ്ടായിരുന്നതിനാൽ നീ സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുവിന്റെ ജീവനോ ദീർഘായുസ് പോലുമോ ചോദിച്ചില്ല. എന്നാൽ ഞാൻ നിനക്ക് ഭരിക്കാൻ ഇടയാക്കിയിരിക്കുന്ന എന്റെ ജനത്തിന് ന്യായവിധി നടത്താൻ ജ്ഞാനവും അറിവും നീ ചോദിച്ചു. ജ്ഞാനവും അറിവും നിനക്ക് നൽകപ്പെടുന്നു. കൂടാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ലാത്തതും നിനക്ക് ശേഷമുള്ളവർക്ക് ഉണ്ടാകുക ഇല്ലാത്തതുമായ സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. ഗിബിയോനിലുണ്ടായിരുന്ന പൂജാഗിരിയിലെ സമാഗമ കൂടാരത്തിൽ നിന്ന് സോളമൻ ജെറുസലേമിലേക്ക് തിരിച്ചെത്തി. അവൻ ഇസ്രായേലിന്റെ മേൽ ഭരണം നടത്തി. സോളമൻ രഥങ്ങളും കുതിരക്കാരെയും ശേഖരിച്ചു. 1400 രഥങ്ങളും 12000 കുതിരപ്പട്ടാളക്കാരും അവനുണ്ടായി. അവരെ അവൻ രഥങ്ങളുടെ നഗരങ്ങളിലും രാജാവിനുമൊപ്പം ജെറുസലേമിലും നിർത്തി. രാജാവ് കല്ലുകൾ പോലെ വെള്ളിയും സ്വർണവും ഷെഫേല താഴ്വരയിൽ ധാരാളം ഉണ്ടായിരുന്ന സിക്കമൂർ പോലെ ദേവദാരുക്കളും ജെറുസലേമിൽ ലഭ്യമാക്കി. സോളമന് വേണ്ടിയുള്ള കുതിരകളുടെ ഇറക്കുമതി ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും ആയിരുന്നു. രാജാവിന്റെ വണിക്കുകൾ കുവയിൽ നിന്ന് അവയെ വിലയ്ക്ക് വാങ്ങിയിരുന്നു. അവർ രഥം 600 ഷെക്കൽ വെള്ളിക്കും കുതിര 150 ഷെക്കൽ വെള്ളിക്കും വാങ്ങി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ തന്നെ അവൻ എല്ലാ ഹൃത്യ രാജാക്കന്മാർക്കും ആരാമിലെ രാജാക്കന്മാർക്കും കയറ്റി അയച്ചിരുന്നു. കർത്താവിന്റെ നാമത്തിന് ഒരു ആലയവും തന്റെ ഭരണത്തിനായി ഒരു കൊട്ടാരവും പണിയാൻ സോളമൻ നിശ്ചയിച്ചു. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം. സോളമൻ കണക്കെടുത്തു. അപ്പോൾ 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കൽപ്പണിക്കാരും അവരുടെ മേൽനോട്ടത്തിന് 3600 പേരുമുണ്ടായിരുന്നു. ടൈർ രാജാവായ ഹിരാമിന് സോളമൻ ഇപ്രകാരം സന്ദേശം അയച്ചു: എന്റെ പിതാവ് ദാവീദ് തനിക്ക് വസിക്കുന്നതിനായി ഒരു കൊട്ടാരം പണിതപ്പോൾ താങ്കളാണല്ലോ ദേവദാരു നൽകിയത്. ഇതാ ഞാൻ എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരാലയം പണിയുന്നു. ഇസ്രായേലിനുമേൽ എന്നേക്കുമുള്ള ബാധ്യത പ്രകാരം അവിടുത്തെ മുൻപിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ധൂമിക്കുന്നതിനും എപ്പോഴും അപ്പത്തിന്റെ നിര ഉണ്ടായിരിക്കുന്നതിനും സാപത്തിലും അമാവാസിയിലും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിശ്ചിത അവസരങ്ങളിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദഹനബലിക്കും വേണ്ടിയാണിത്. ഞാൻ നിർമ്മിക്കുന്ന ആലയം വലുതാണ്. കാരണം
ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാൾ വലിയവനാണ്. അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും? എന്തെന്നാൽ സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിന് പോലുമോ അവിടത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടത്തെ മുൻപിൽ യാഗം അർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവ കൊണ്ട് പണിയുന്നതിനും നീല, ദുമ്ര, കടും ചുവപ്പ് നൂലുകളുടെ നെയ്ത്തിലും കൊത്തുപണിയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക. യൂദായിലും ജെറുസലേമിലും നിന്ന് എൻ്റെ പിതാവ് തയ്യാറാക്കി എന്നോടൊപ്പമായിരിക്കുന്ന വിദഗ്ധ ജോലിക്കാരോട് കൂടെ അവനും ഉണ്ടായിരിക്കട്ടെ. ലെബനോനിലെ ദേവദാരു, സരളമരം, ചന്ദനം എന്നിവയുടെ തടികൾ എനിക്ക് അയച്ചു തരിക. ലെബനോനിലെ മരങ്ങൾ വെട്ടുന്നതിന് തങ്ങളുടെ ജോലിക്കാർ സമർത്ഥനാണെന്ന് എനിക്കറിയാം. ഇതാ എൻ്റെ ജോലിക്കാർ തങ്ങളുടെ ജോലിക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. എനിക്ക് ധാരാളം തടികൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ നിർമ്മിക്കുന്നത് ബൃഹത്തും വിസ്മയനീയവുമായ ഒരാലയമാണ്. ഇതാ തടി വെട്ടുന്നവരായ താങ്കളുടെ മരപ്പണിക്കാർക്ക് 20,000 കോർ പാറ്റിയ ഗോതമ്പും 20,000 കോർ ബാർലിയും 20,000 ബത്ത് വീഞ്ഞും 20,000 ബത്ത് എണ്ണയും ഞാൻ തരുന്നു. ടയർ രാജാവായ ഹീരാം സോളമന് കത്തയച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തങ്ങളെ അവരുടെ മേൽ രാജാവായി നിയമിച്ചത്. ഹീരാം പറഞ്ഞു, കർത്താവിന് ഒരാലയവും തന്റെ രാജ്യത്തിന് ഒരു കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു പുത്രനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. ഇതാ ജ്ഞാനിയും ബുദ്ധി സാമർഥ്യമുള്ളവനുമായ ഹുരാമബിയെ ഞാൻ അയക്കുന്നു. അവൻ ദാൻ പുത്രിമാരിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ പുത്രനും അവന്റെ പിതാവ് ടയർകാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി എന്നിവ കൊണ്ടുള്ള പണിയലും നീല, ധൂമ്ര, കടും ചുവപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതീവ വിദഗ്ധനാണ്. അവന് നൽകപ്പെടുന്ന ഏതു പണിയും താങ്കളുടെ ജ്ഞാനികളോടും താങ്കളുടെ പിതാവും എൻ്റെ യജമാനനുമായ ദാവീദിന്റെ ജ്ഞാനികളോടും ചേർന്ന് ചെയ്യാൻ അവൻ നിപുണനുമാണ്. എൻ്റെ യജമാനൻ പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും തൻ്റെ ദാസർക്ക് കൊടുത്തയക്കുമല്ലോ. താങ്കൾക്ക് ആവശ്യമുള്ള അത്ര തടികൾ ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചെങ്ങാടങ്ങളിൽ കടൽ വഴി ജോപ്പായിൽ താങ്കളുടെ അടുത്ത് എത്തിക്കാം. താങ്കൾ അവ ജെറുസലേമിലേക്ക് കയറ്റിക്കൊണ്ടു പോവുക. പിന്നീട് തന്റെ പിതാവായ ദാവീദ് ജനസംഖ്യ കണക്കെടുത്തതുപോലെ സോളമനും ഇസ്രായേൽ ദേശത്തുള്ള പരദേശികളായ എല്ലാ പുരുഷന്മാരുടെയും കണക്കെടുത്തു. അവർ 1,53,600 പേർ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് 70,000 പേരെ ചുമട്ടുകാരും മലയിൽ 80,000 പേരെ കൽപ്പണിക്കാരും 3,600 പേരെ ജോലിക്കുള്ള ജനത്തിന്റെ മേധാവികളുമായി അവൻ നിയമിച്ചു. 2 ദിനവൃത്താന്തം 3-ാം അധ്യായം. തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ ജെറുസലേമിലെ മോറിയ മലയിൽ, അതായത് ജബൂസിനായ ഒർന്നാന്റെ മെതിക്കളത്തിൽ ദാവീദ് നിശ്ചയിച്ച സ്ഥലത്ത് സോളമൻ അവിടത്തെ ആലയം പണിയാൻ തുടങ്ങി. തന്റെ ഭരണത്തിന്റെ 40-ാം വർഷം 2-ാം മാസത്തിന്റെ 2-ാം തീയതിയാണ് പണി ആരംഭിച്ചത്. ദേവാലയം പണിയാൻ സോളമൻ നിശ്ചയിച്ച അളവുകൾ ഇവയാണ്. നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉയരം 120 അതിന്റെ അകവശം ശുദ്ധ സ്വർണം പൊതിഞ്ഞു. വലിയ ആലയം അവൻ സരളമരത്തടി പതിച്ച് അത് ശുദ്ധ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അതിന്മേൽ പനകളും ചങ്ങലകളും ഘടിപ്പിച്ചു. ആലയം മനോഹരമാക്കാൻ അവൻ വലിയ കല്ല് പതിച്ചു. സ്വർണം പാർവയീമിലെ സ്വർണമായിരുന്നു. അവൻ ആലയത്തിന്റെ വാതിൽപ്പടികൾ, കട്ടിളകൾ, അതിന്റെ ഭിത്തികൾ, കതകുകൾ എന്നിവ സ്വർണം പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളെ കൊത്തിവെച്ചു. അവൻ അതിവിശുദ്ധ സ്ഥലം പണിതു. അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം, അതിന്റെ വീതി 20 മുഴം. 600 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അത് പൊതിഞ്ഞു. ആണികളുടെ തൂക്കം 50 ശെക്കൽ സ്വർണമായിരുന്നു. മാളികാമുറികളും സ്വർണം പതിപ്പിച്ചു. അതിവിശുദ്ധ സ്ഥലത്ത് 2 കെരൂബുകളുടെ രൂപങ്ങൾ കടഞ്ഞുണ്ടാക്കി. അവയും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. കെരൂബുകളുടെ ചിറകുകൾക്ക്
20 മുഴം നീളമുണ്ടായിരുന്നു. 5 മുഴം നീളമുള്ള ഒരു ചിറക് ആലയത്തിന്റെ ഭിത്തിയിൽ എത്തിയിരുന്നു. 5 മുഴം നീളമുള്ള രണ്ടാമത്തെ ചിറക് മറ്റേ കെരൂബിന്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു. ഒന്നാമത്തെ കെരൂബിന്റെ 5 മുഴം നീളമുള്ള ചിറക് ആലയത്തിന്റെ ഭിത്തിയിൽ എത്തിയിരുന്നു. 5 മുഴം നീളമുള്ള രണ്ടാമത്തെ ചിറക് മറ്റേ കെരൂബിന്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു. ഈ കെരൂബുകളുടെ ചിറകുകൾ വിരിക്കുമ്പോൾ നീളം 20 മുഴമായിരുന്നു. കാലുകൾ നിലത്തുറപ്പിച്ച് ആലയത്തിലേക്ക് തിരിഞ്ഞാണ് അവ നിന്നിരുന്നത്. നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, നേർത്ത ചണം എന്നിവ കൊണ്ട് അവൻ ഒരു തിരശീലം ഉണ്ടാക്കി. അതിന്മേൽ കെരൂബുകളെയും ചിത്രീകരിച്ചു. ആലയത്തിനു മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ അവൻ പണിതു. അതിൻ്റെ തലയ്ക്കലുള്ള മകുടത്തിന്റെ നീളം 5 മുഴമായിരുന്നു. അവൻ ചെങ്ങലകൾ പോലെ മാലകൾ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ ഘടിപ്പിച്ചു. 100 മാതള നാരങ്ങകൾ ഉണ്ടാക്കി മാലയിലിട്ടു. ആലയത്തിനു മുമ്പിൽ ഒരെണ്ണം ഇടത്തും ഒരെണ്ണം വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന്റെ പേര് യാക്കീൻ എന്നും ഇടത്തേതിന്റെ പേര് ബോവാസ് എന്നും അവൻ വിളിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ പിന്തുടരുന്നവരെ, എന്നെ കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ട ഖനിഗർത്തത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ പ്രസവിച്ച സാറയെയും നോക്കുവിൻ. അബ്രാഹം ഏകനായിരിക്കെയാണ്. അവനെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനുമായി ഞാൻ അവനെ വിളിച്ചത്. നിശ്ചയമായും കർത്താവ് സിയോനെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അവളുടെ വിജനപ്രദേശങ്ങളെല്ലാം ആശ്വസിപ്പിച്ചിരിക്കുന്നു. അവളുടെ മരുഭൂമിയെ ഏദൻ പോലെയും അവളുടെ മലനാരണ്യത്തെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കിയിരിക്കുന്നു. അവളിൽ സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനവും ഗാനവീചിയും ഉണ്ടാകും. എൻ്റെ ജനമേ, എന്നെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. എൻ്റെ ജനപദമേ, എനിക്ക് ചെവി തരുവിൻ. എന്തെന്നാൽ എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും. എൻ്റെ ന്യായവിധി ഞാൻ ജനതകൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എൻ്റെ രക്ഷ സമീപയുണ്ട്. എൻ്റെ വിമോചനം പുറപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ ഭുജങ്ങൾ ജനതകളെ ഭരിക്കും. തീരദേശങ്ങൾ എനിക്കായി കാത്തിരിക്കുകയും എൻ്റെ ഭുജത്തിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. ആകാശം പുക പോലെ മാഞ്ഞു പോയിരിക്കുന്നല്ലോ. ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും. അതിലെ നിവാസികൾ അതേപോലെ ചത്തുപോകും. എൻ്റെ രക്ഷയാകട്ടെ നിത്യമായിരിക്കും. എൻ്റെ വിമോചനം ശിഥിലമാവുകയില്ല. എൻ്റെ നിയമം ഹൃദയത്തിലുള്ള ജനമേ, രക്ഷയറിയുന്നവരെ, എന്നെ ശ്രവിക്കുവിൻ. മർത്യന്റെ നിന്ദനത്തെ ഭയപ്പെടേണ്ട. അധിക്ഷേപങ്ങളിൽ സംഭ്രമിക്കുകയും വേണ്ട. കാരണം വസ്ത്രം പോലെ അവരെ ഇരട്ടവാലൻ തിന്നൊടുക്കും. കമ്പിളി പോലെ പുഴു അവരെ തിന്നുകളയും. എൻ്റെ വിമോചനമാകട്ടെ നിത്യമായിരിക്കും. എൻ്റെ രക്ഷയോ തലമുറകളോളവും. കർത്താവിൻ്റെ ഭുജമേ, ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. പഴയ കാലങ്ങളിലും പുരാതന തലമുറകളിലും എന്ന പോലെ ഉണരുക. അങ്ങ് തന്നെയല്ലേ രഹാബിനെ പിളർന്നതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും? കടലിലെ അത്യഗാധത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ? വീണ്ടെടുക്കപ്പെട്ടവർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പാതയൊരുക്കിയതും അങ്ങല്ലേ? കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചുവരും. ആനന്ദാരവത്തോടെ അവൻ സിയോനിൽ പ്രവേശിക്കും. നിത്യാനന്ദം അവരുടെ ശിരസിലുണ്ടായിരിക്കും. അവർ സന്തോഷവും ആഹ്ലാദവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും പലായനം ചെയ്യും. ഞാനാണ്, ഞാൻ തന്നെയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. മരിക്കാനിരിക്കുന്ന മർത്യനെ, തൃണവൽകൃതനായ മനുഷ്യസന്തതിയെ, നീ എന്തിനു ഭയപ്പെടണം? ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്യുന്ന നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നിരിക്കുന്നു. നിന്റെ പീഡകൾ നിന്നെ നശിപ്പിക്കാൻ ഉറച്ചിരുന്നപ്പോൾ അവന്റെ ക്രോധം നിമിത്തം നീ നിരന്തരം എല്ലാ ദിവസവും ഭയചിതികനായിരുന്നു. ഇപ്പോൾ നിന്റെ പീഡകന്റെ ക്രോധം എവിടെ? ഉൾവലിഞ്ഞവൻ മോചിതനാകാൻ തിടുക്കം കൂട്ടുന്നു. അവൻ പാതാളത്തിൽ മരിക്കുകയില്ല. അവന്റെ ആഹാരത്തിന് മുഴക്കം വരികയില്ല. കടലിന്റെ തിരമാലകൾ അലറിയപ്പോൾ അതിനെ വിഭജിച്ച ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിക്കാനും ഭൂമിയെ ഉറപ്പിക്കാനും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറയാനും
എൻ്റെ വചനങ്ങൾ നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അവിടുത്തെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിച്ചു കഴിഞ്ഞ, മത്തുപിടിച്ചിരിക്കുന്ന പാനപാത്രം കുടിച്ചു വറ്റിച്ചു കഴിഞ്ഞ ജെറുസലേമേ, ഉണരുക, ഉയർന്നെഴുന്നേൽക്കുക. അവൾ പ്രസവിച്ച പുത്രന്മാരിൽ അവൾക്ക് നായകനായി ആരുമില്ല. അവൾ വളർത്തിയ പുത്രന്മാരിൽ അവളുടെ കൈ പിടിക്കുന്നവനായി ആരുമില്ല. ആര് നിന്നോട് സഹതപിക്കും? ഇവ രണ്ടും നിനക്ക് ഭവിച്ചിരിക്കുന്നു, അക്രമവും നാശവും, പഞ്ഞവും വാളും. ആര് നിന്നെ ആശ്വസിപ്പിക്കും? വലയിൽപ്പെട്ട മാനിനെ പോലെ നിന്റെ പുത്രന്മാർ വഴിക്കവലകളിലെല്ലാം മയങ്ങിക്കിടക്കുന്നു. കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ ഭർസനവും അവരുടെ മേൽ കുന്നുകൂടിയിരിക്കുന്നു. അതിനാൽ പീഡിതയായവളെ, വീഞ്ഞിനല്ലാതെ ലഹരി പിടിച്ചവളെ കേട്ടാലും, തന്റെ ജനത്തിനു വേണ്ടി പോരാടുന്ന നിന്റെ ദൈവവും കർത്താവുമായ നിന്റെ നാഥൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഇതാ, എൻ്റെ പരിഭ്രാന്തിയുടെ ചഷകം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. എൻ്റെ ക്രോധത്തിന്റെ പാനപാത്രം മേലിൽ നീ കുടിക്കുകയില്ല. നിന്നെ ദ്രോഹിക്കുന്നവരുടെ കയ്യിൽ അത് ഞാൻ വെച്ചു കൊടുക്കും. ഞങ്ങൾക്ക് കടന്നു പോകുവാനായി നീ കുനിയുക. കടന്നു പോകുന്നവർക്കായി നിന്റെ പുറം നിലം പോലെയും തെരുവീതി പോലെയും നീ വെട്ടിക്കൊടുത്തിരുന്നല്ലോ എന്നവർ നിന്നോട് പറഞ്ഞിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം. പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ ദിനംതോറും കിടത്തുമായിരുന്ന ജന്മനാ മുടന്തനായ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പത്രോസ് പറഞ്ഞു: സ്വർണമോ വെള്ളിയോ എനിക്കില്ല. എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ വലത്തു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനം മുഴുവൻ കണ്ടു. ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവർ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും സംഭ്രമവും നിറഞ്ഞവരായി. അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം മുഴുവൻ ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപം എന്ന് വിളിക്കുന്നിടത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് ജനത്തോട് പറഞ്ഞു: ഇസ്രായേലിരെ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഗതമോ കൊണ്ട് ഇവനെ നടത്തി എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്ന പീലാത്തോസിന്റെ മുൻപിൽ നിങ്ങൾ അവനെ നിഷേധിക്കുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിഷേധിച്ചു. കൊലപാതകിയായ മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുകിട്ടാൻ അപേക്ഷിക്കുകയും ചെയ്തു. ജീവന്റെ അതിനാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവനെ ബലപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇവനെ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ ഭരണാധിപന്മാരെ പോലെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ തന്റെ അഭിഷിക്തൻ പീഡകൾ സഹിക്കണമെന്ന് ദൈവം സകല പ്രവാചകന്മാരുടെയും അധരങ്ങളിലൂടെ അറിയിച്ചത് ഇങ്ങനെ പൂർത്തിയായി. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെടുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ സമയം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ, യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ അധരത്തിലൂടെ ദൈവം അരുൾ ചെയ്ത പോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്
എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. സാമുവൽ മുതൽ സകല പ്രവാചകന്മാരും അവരെ തുടർന്നുള്ളവരും ഈ ദിവസങ്ങളെപ്പറ്റി സംസാരിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെയും നിന്റെ സന്തതി വഴി ഭൂമിയിലെ സകല കുലങ്ങളും അനുഗ്രഹീതമാകും എന്ന് അബ്രാഹത്തോട് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുന്നതിന് ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കളയിലേക്ക് അയച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.